നമസ്കാരം, ഞാൻ പവിത്ര ജെ ദ്രൗപദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഭൂമിയിൽ ബലാബലം. ലോ അക്കാദമി ഭൂമി കൈയേറ്റത്തിൽ അന്വേഷണമില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി VS. പിണറായി വിജയന്റെ പ്രസ്താവന തെറ്റ്. അനധികൃതമായി ആര് ഭൂമി കൈയേറിയാലും തിരിച്ചുപിടിക്കണം. ഇത് സർക്കാരിന്റെ പ്രാഥമിക ചുമതലയെന്നും VS അച്യുതാനന്ദൻ. അക്കാദമി ഭൂമി കൈയേറിയെന്ന പരാതിയിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി. വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും വിശദീകരണം. ഭൂമി കൈയേറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അനവസരത്തിലെന്ന് കാനം രാജേന്ദ്രൻ. ലോ അക്കാദമിയുടെ കൈവശമുള്ള അനധികൃത ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇന്നു രാവിലെ. CP രാമസ്വാമി അയ്യരുടെ കാലത്ത് നടന്ന ഭൂമി കൈമാറ്റം പരിശോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അക്കാദമിയിൽ തുടരുന്ന വിദ്യാർത്ഥി സമരം വേവലാതിപ്പെടുത്തിയിട്ടില്ലെന്നും പിണറായി. സമരത്തിൽ സമവായമില്ല. ലോ അക്കാദമി പ്രശ്നത്തിൽ സർക്കാരിന്റെ ഒത്തുതീർപ്പ് ശ്രമവും പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കി വിദ്യാർത്ഥികൾ. ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാട്. മാനേജ്മെന്റ് തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് സംയുക്ത സമരസമിതി. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത സമവായ ചർച്ച അലസിയത് മാനേജ്മെന്റ് തീരുമാനം അംഗീകരിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന്. ചർച്ച പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോയ C രവീന്ദ്രനാഥിന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് AASF. ലക്ഷ്മി നായർ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. ഇതിനു മുൻപും ലക്ഷ്മി നായരെ മാനേജ്മെന്റ് പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ തിരികെ വന്ന പ്രിൻസിപ്പലിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ. അതേസമയം ലോ അക്കാദമി ലോ കോളേജിൽ തിങ്കളാഴ്ച മുതൽ റെഗുലർ ക്ലാസുകൾ തുടങ്ങുമെന്ന് മാനേജ്മെന്റ്. ക്ലാസ് തുടങ്ങാനുള്ള സാഹചര്യം കോളേജിലുണ്ടെന്ന് SFI. ചില സംഘടനകൾ യോഗത്തിൽ നിലപാടെടുത്തത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും SFI. പറയാതെ പറഞ്ഞ്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ അന്വേഷണ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി. ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ചില കാര്യങ്ങൾ ശരി. നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന്മേൽ നിയമോപദേശം തേടിയത് ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്താനെന്നും പിണറായി. അഴിമതി ആരു നടത്തിയാലും സർക്കാർ സംരക്ഷിക്കില്ല. അഴിമതി മൂടിവെക്കുന്ന നിലപാടും സർക്കാരിനില്ല. ജേക്കബ് തോമസിനെ സർക്കാരിന് ഇപ്പോഴും വിശ്വാസമെന്നും വിശ്വാസം നഷ്ടമായവർ വിജിലൻസ് തലപ്പത്ത് തുടരില്ലെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പിണറായി. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ ശുപാർശയിൽ പ്രതികരിക്കാതെ ജേക്കബ് തോമസ്. 7 മാസത്തിനിടെ 11,000 കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഉണ്ടാകുന്നത് സ്വാഭാവികം. താൻ ഇപ്പോൾ നിൽക്കുന്നത് നന്മയുള്ളവർക്കൊപ്പമെന്നും ജേക്കബ് തോമസ്. നയിക്കാൻ ശശികല. അണ്ണാ DMK ജനറൽ സെക്രട്ടറി ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്ന് സൂചന. വിഷയം ചർച്ച ചെയ്യാൻ AADMK MLA-മാരുടെ നിർണായക യോഗം നാളെ. ശശികലയെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ച് പാർട്ടി പ്രമേയം പാസാക്കുമെന്നും റിപ്പോർട്ട്. ശശികല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് മന്ത്രിമാർ അടക്കമുള്ളവർ നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 9-നോ 12-നോ ശശികലയുടെ സത്യപ്രതിജ്ഞ നടക്കാനും സാധ്യത. ജയലളിതയുടെ മരണത്തെ തുടർന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തോഴി ശശികലയെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ഡിസംബർ 29-ന്. അതിനിടെ തമിഴ്നാട് സർക്കാർ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണന്റെ രാജിയും പുതിയ അധികാരമാറ്റത്തെ തുടർന്നെന്ന് റിപ്പോർട്ട്. മാർച്ച് 31 വരെ തിരുവനന്തപുരം സ്വദേശിയായ ഷീലയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കെ രാജിക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നെന്നും വിലയിരുത്തൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,750 രൂപ. പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.